ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ അരിപ്പൊടി കൊണ്ടൊരു കേക്കുമായിട്ടോ വന്നിരിക്കുന്നത്. റിക്വസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളെടുത്തു. അതിലേക്ക് ഇതാ 4 എഗ്ഗ്, ഒരു മീഡിയം സൈസിലുള്ള 4 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 4 ഒഴിച്ച് വയ്ക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്, ഓവർ വലുപ്പമുള്ള മുട്ടയല്ല. അപ്പോൾ നമ്മളിതാ 4 പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ, അരിപ്പൊടിനോട് ഇങ്ങനെ കേക്ക്, അതും കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 4 മുട്ട ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി അതിലേക്ക് ഇതാ നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം നമുക്ക് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിൻ്റെ ജാറ് നല്ലോണം തുടച്ചിട്ട് അതിലിട്ടൊന്ന് പതിപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര പൊടിക്കുന്നൊന്നുമില്ല, പിന്നെ സാധാ പഞ്ചസാര തന്നെ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ ബീറ്റായതിന് ശേഷം ഇതാ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിയും ഒക്കെ ഇടുമ്പം കുറേശ്ശെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് നല്ലോണം ഒന്നുകൂടി ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ല ഫ്ലഫിയായി ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതാ അരിപ്പൊടി, ഈ ഒരു കപ്പിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതാ കുറേശ്ശെ ഇതേമാതിരി ഇങ്ങനെ ഒരു 3-4 ട്രിപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കും. ഒറ്റടിക്ക് ഇട്ട് കൊടുത്താൽ. ഇപ്പോൾ ഇതാ മൊത്തം അരിപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട് നമ്മളെ ബാറ്റർ. അതിലേക്ക് ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന്, അധികം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന്. നമ്മൾ ഇതിൽ പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതപ്പോൾ ഈ കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചെടുക്കാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാലും കേക്ക് നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഫുള്ളായിട്ട് കുക്കറിൽ ഞാൻ ഒഴിച്ചെടുത്തു. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കുക്കർ മൂടിയിട്ട് അതിൻ്റെ വിസിൽ ഒഴിവാക്കണം കേട്ടോ. അതിൻ്റെ വിസിലെടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ 20 മിനിറ്റിന് ശേഷം കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ തുറന്നു നോക്കും. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട് കേക്ക്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചൂടാറി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ കുക്കറിന്. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്നും പറയുമ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടിനോട് മൈദ പറ്റാത്തവരുണ്ടാവില്ല. അപ്പോൾ മൈദ പറ്റാത്ത ഒരാൾ ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ അരിപ്പൊടിനോട് ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക്. അപ്പോൾ ഈവനിങ്ങിനൊക്കെ ചായൻ്റെ കൂടെ നമുക്ക് കുടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നും അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരെയായിരിക്കും. ബൈ.